എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. അംബേദ്കറെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭരണഘടനാ ശില്പിയും സാമൂഹ്യനീതിയുടെ കാവലാളുമായ ഡോക്ടർ അംബേദ്കർക്ക് നേരെയുള്ള അധിക്ഷേപം ഇന്ത്യൻ ജനതയുടെ നേരെയുള്ള വെല്ലുവിളിയാണെന്നും അതിനെ ശക്തമായി നേരിടുമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KH സദക്കത്ത് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എഴുതിച്ചേർക്കുകയും ചെയ്ത ഇന്ത്യയുടെ പ്രിയപുത്രൻ ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഭരണഘടനാ ചർച്ചയിലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രവേശിക്കാൻ പോലുള്ള യോഗ്യതയില്ല. ഇന്ത്യൻ ജുഡീഷ്യറി കൃത്യമായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി ഭരണകൂടങ്ങൾ കർശനമായല്ല പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് തിഹാർ ജയിലിൽ കഴിയേണ്ട വ്യക്തിത്വമാണ്. ഗുജറാത്ത് കലാപവും ഏറ്റുമുട്ടൽ കലാപം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ തിഹാർ ജയിലിൽ അടക്കപ്പെടേണ്ട 2 രാജ്യദ്രോഹികളാണ് രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അംബേദ്കറെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയെക്കാളും മനുസ്മൃതിയെ ആരാധിക്കുന്നവരിൽ നിന്നും അധിക്ഷേപങ്ങൾ ഉണ്ടാവുന്നതിൽ ആശ്ചര്യമില്ല. അംബേദ്കറുടെ നാമം വീണ്ടും ഉച്ചരിച്ചുകൊണ്ട് ഇത്തരം അധിക്ഷേപങ്ങളെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധ സംഗമത്തിന് മണ്ഡലം വൈസ് പ്രസിഡന്റ് KY ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി OA നാസർ സ്വാഗതം പറഞ്ഞു. മണ്ഡലം ട്രഷറർ PM നസറുദ്ദീൻ നന്ദിയും പറഞ്ഞു. PI യൂസഫ്, മജീദ്, അഷ്റഫ്, ലായിക്ക്, ഫജ്റു സാദിഖ്, താജുദ്ദീൻ, ഷെനൂബ് എന്നിവർ നേതൃത്വം നൽകി. ആ സ്വാതന്ത്ര്യമെല്ലാം തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതിന്റെ ചില അനുരണനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ക്യാമ്പസുകളിലടക്കം, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലടക്കം, അതുപോലെ തന്നെ ഉയർന്ന തൊഴിലിടങ്ങളിലടക്കം ദളിതുകൾ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അസ്പർശ്യതയുടെയും വേർതിരിവിന്റെയും മാറ്റി നിർത്തലിന്റെയും സംസ്കാരം ഇന്നും കേരളത്തിൽ നടമാടുന്നുണ്ടെങ്കിൽ. ന്യൂസ് ബ്യൂറോ, പറവൂർ.